നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സൂര്യയും നന്ദിനിയും സമ്മതിക്കണം. ഈ ബഹളത്തിന്റെ ഇടയിൽ നിന്നും ആ സ്ത്രീയുടെ മക്കളെ അവര് തേടി പിടിച്ചല്ലോ. വീട്ടിലൊരുത്തി വന്ന് കത്തിമുനയില് ആളുകളെടുത്ത് സംസാരിച്ചതല്ല നിങ്ങളുടെ പ്രശ്നം. ഇപ്പോഴും ആ വേലക്കാരിയുടെ മഹാത്മ്യം പറയുന്നതാ. പത്മ, തൽക്കാലം ഇതിനെക്കുറിച്ചുള്ള സംസാരം നമുക്കിവിടെ നിർത്താം. അവരുടെ അമ്മയല്ലേ, ആ ഒരു പരിഗണന നമ്മൾ ആ കുട്ടികളോട് കാണിക്കണം. ഇതൊക്കെ അമ്മ കാണിച്ചു കൂട്ടിയതാണോ? വെറുതെ അല്ല അവരിത്രയും ദേഷ്യപ്പെട്ടത്. ഏട്ടനൊന്ന് വിളിച്ചേ. അമ്മേ 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 അമ്മ എഴുന്നേറ്റേ. അമ്മേ അമ്മ എഴുന്നേക്ക. ആരാടാ നീ? നീ എന്തിനാ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നേ? അമ്മേ, ഞാൻ ഇന്ദ്രനാ. ഓ, നീ ഇന്ദ്രനോ കാമദേവനോ ആരായാലും എനിക്കെന്താ? നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അമ്മേ, അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? വേറൊരു കൂട്ടരുടെ വീട്ടിൽ വന്ന് കയറിട്ട്. വേറൊരു കൂട്ടരോ? എടാ, ഞാനിരിക്കുന്നേ എന്റെ വീട്ടിലാ. അല്ല, അത് ചോദിക്കാൻ നീയൊക്കെ ആരാ? അമ്മേ, അമ്മ വെറുതെ കളിക്കല്ലേ. ഞങ്ങളൊക്കെ ആരാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്താ അമ്മയുടെ ഉദ്ദേശം? എന്തിനമ്മ ഇവിടെ വന്ന് കയറിയത്? ഇവള് ആരാടാ? ഇവള് നിങ്ങളുടെ കൂടെ വന്നാണോ? ദേ, കാര്യമൊക്കെ കൊള്ളാം. ഒരൊറ്റ എണ്ണത്തിലൂടെ കണ്ടുപോരുത്. ഇപ്പൊ ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ഇറങ്ങ്. ആരെങ്കിലും ഒരാൾ ഇത്തിരി സൗകര്യത്തിൽ ജീവിക്കുന്ന കണ്ട അലഞ്ഞു തിരിഞ്ഞു വന്നോളും കുറെ എണ്ണം. അമ്മേ, ഇതൊക്കെ അമ്മ ഞങ്ങളെ കളിപ്പിക്കാൻ പറയുന്നറിയാം. ഈ വീട്ടുകാരെല്ലാരും താഴെ ഇറങ്ങി നിൽക്കുക. ഏത് നിമിഷം അവര് പോലീസിനെ വിളിക്കും. അവര് കുറച്ച് മര്യാദക്കാരായതുകൊണ്ട് അവര് ഞങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞു. പോലീസിനെ വിളിക്കുകയാണെങ്കിൽ അവര് വിളിക്കട്ടെ. പക്ഷേ അത് അവരുടെ ഒടുക്കത്തെ വിളിയായിരിക്കും. ഏട്ടാ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അമ്മ ഇറങ്ങുന്നില്ലെങ്കിൽ ബലമായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. അമ്മേ, മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഒരുപാട് നാണം കെടുത്തല്ലേ. ഇപ്പോഴെങ്കിലും ഒന്ന് മതിയാക്ക്. എന്ത് പ്രശ്നമായാലും നമുക്ക് വീട്ടിൽ ചെന്ന് പറഞ്ഞു തീർക്കാം. അമ്മ ഇറങ്ങ. ഇനി ക്ഷമിച്ചേക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അമ്മയോട് ഇറങ്ങാനാ പറഞ്ഞത്. വാ, വന്നേ. ഏതെങ്കിലും ഒരെണ്ണം എന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ ദേ കണ്ടം തൊട്ടം വെട്ടി അരിയും ഞാൻ. അമ്മേ, അമ്മ എന്തീ കാണിക്കുന്നത്? ആരാണ് ഇതിന്റെ അമ്മ? കുറെ നേരമായി അമ്മ കുമ്മാന്ന് പറഞ്ഞ് വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്. ഇറങ്ങന്റെ മുറിന്ന് ഇറങ്ങാൻ. അമ്മയെ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇനി ഒരു അക്ഷരം ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ നിന്ന് മിണ്ടിയ ദേ ചോരക്കളിയായിരിക്കുവേ. ഇറങ്ങടാ, ഇറങ്ങ. എടാ, നിന്നെയൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇറങ്ങ. എടാ, ഇറങ്ങടാ അങ്ങോട്ട്. പോ ഇറങ്ങ. ഇറങ്ങ. വന്നേക്കുന്നു. പോ അങ്ങോട്ട്. ഇന്ദ്രേട്ടാ, ഇതെന്താ ഇത്? അമ്മ ഇത് എന്ത് ഭാവിച്ച? എനിക്കറിയില്ല. ഇനി അവരെന്തായാലും നോക്കി നിൽക്കില്ല. അവര് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുക. ഏട്ടാ, നമ്മൾ തന്നെ ഇനി പോലീസിനെ വിളിക്കേണ്ടി വരുമോ? നോക്കാം. സൂര്യ നല്ല മനസ്സോടെ പെരുമാറുന്നേ. ഞാൻ സൂര്യോടൊന്ന് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഹർഷ, ഞാൻ അമ്മയെ കാണാതെ തിരക്ക് കണക്കാം.
അമ്മ എവിടെയെങ്കിലും പോയതായിട്ട് നിനക്കറിയോ? എനിക്കറിയില്ല. ദേ, പച്ചക്കള്ളം പറയരുത്. അമ്മ എവിടെയാണെന്നും അമ്മ പോയതിന്റെ ഉദ്ദേശം എന്താണെന്നും നിനക്ക് നന്നായിട്ട് അറിയാം. ഓ, അപ്പോ ചോദ്യം ചെയ്യാൻ കരുതിക്കുട്ടി വന്നതാണ്. നിങ്ങളുടെ അമ്മ എവിടെ പോയാലും എനിക്കെന്താ? നിങ്ങളും അമ്മയും തമ്മിലുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ്. അമ്മ നിന്നെ വിളിച്ചിരുന്നില്ലേ? ഇല്ല. കള്ളം. കൃത്യം അരമണിക്കൂർ മുമ്പ് ഇവരുടെ അമ്മയുടെ ഫോണിൽ നിന്നും തനിക്ക് 2 കോള് വന്നിരുന്നു. ആ 2 കോളും താൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അല്ല, താനാരാ? തനിക്കെന്താ ഇതിൽ കാര്യം? ഇവരുടെ അമ്മ വന്ന് കയറിയിരിക്കുന്നതേ എന്റെ വീട്ടില. അവരിവരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണെന്നാ വ്യക്തമാവാത്തത്. അത് താൻ പറഞ്ഞേ പറ്റൂ. ആ, ആന്റി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആന്റി എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഹർഷ, അമ്മ അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് നിസ്സാര കാര്യങ്ങളല്ല. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ അമ്മയുടെ ഉദ്ദേശം അറിഞ്ഞേ പറ്റൂ. എനിക്ക് പറയാനേ സൗകര്യമില്ല. ഈ, താനൊന്ന് പോടോ. രണ്ടുപേരും കൂടി എന്താ കരുതിയിരിക്കുന്നേ? വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്താ ഞാനങ്ങ് പേടിച്ചു പോവുന്നോ? ഹർഷ എന്താണെന്ന് തനിക്കറിയില്ലായിരിക്കും. പക്ഷേ ഈ നിൽക്കുന്ന ആൾക്കേ ഹർഷയെ നന്നായിട്ടറിയാം. ഹർഷ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അന്വേഷിക്കാൻ പോലീസുകാർ വരട്ടെ. അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. പിന്നെ പെരുവഴിയിൽ ഒരു പെണ്ണിനെ ശല്യം ചെയ്താലേ അത് ചോദ്യം ചെയ്യാനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. ദേ, ഞാനൊന്ന് വിളിച്ചു കുവിയാനുണ്ടല്ലോ, 2 എണ്ണത്തിനെയും ചിലപ്പോ നാട്ടുകാർ ഇവിടെ ഇട്ട് കൈകാര്യം ചെയ്യും. എന്തേ, അത് വേണോ? ഇന്ദിര, അവിടെ പോയിക്കോട്ടെ. ഓ, ഭാഗ്യം, ഒരുത്തനെങ്കിലും ബോധമുണ്ട്. അത് നന്നായി. പിന്നെ സുശീലാന്റിയുടെ കാര്യം. ആന്റിയെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയെന്നുള്ളത് സത്യമാണല്ലോ. അപ്പോ അനുഭവിക്കാനുള്ളത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അവൾക്കറിയാം സൂര്യ, എല്ലാം വ്യക്തമായിട്ട് അവൾക്കറിയാം. മനസ്സിലായി. പക്ഷേ ഇപ്പൊ പ്രതികരിക്കാൻ പറ്റില്ല. പെണ്ണ് കുവി വിളിച്ചാല് അവൾ ആരാണെന്ന് പോലും നോക്കാതെ കാക്ക ആർത്ത് വിളിക്കുന്ന പോലെ ആളുകൾ വരും. സോ അവൾ പോട്ടെ ഇന്ദിര. ശേ,